അതിൽ പാലോട് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. അതിൽ ഈ തർക്കത്തെ, ഈ യുദ്ധത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന പരാമർശം ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ട്രംപ് നടത്തിയതോടുകൂടി ലോകം ഞെട്ടുന്ന ഒരു പ്രതികരണം ട്രംപ് നടത്തിയിരിക്കുന്നു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. എന്താണ് ഖമനേയി കൊല്ലപ്പെട്ടാൽ സംഭവിക്കുന്ന എന്ന ന്യായമായ ചോദ്യമുണ്ട്. പക്ഷേ ആ ചോദ്യത്തിന് ഉത്തരം പറയുക അത്ര എളുപ്പമല്ല. 86-കാരനായ ആയത്തുള്ള അലി ഖമനേയി എന്ന വളരെ പ്രധാനപ്പെട്ട ലോക നേതാവ്, അതും ഇറാന്റെ പരമോന്നത നേതാവിനെ വധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതായിരിക്കില്ല. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രധാന ലക്ഷ്യമായിരുന്നു റീജിത്ത്, ഇറാന്റെ പരമോന്നത നേതാവ് 86-കാരനായ ആയത്തുള്ള അലി ഖമനേയി ഇല്ലാതാക്കുന്നതിലൂടെ മേഖലയിലെ സംഘർഷം ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് നേരത്തെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. ഖമനേയി തങ്ങൾക്ക് എളുപ്പമുള്ള ലക്ഷ്യമാണ്, എന്നാൽ തങ്ങൾ ഇപ്പോൾ ഖമനേയിയെ വധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് ട്രംപും മുമ്പ് പ്രതികരിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ ആ സമയം വന്നെത്തിയെന്ന് രണ്ട് നേതാക്കളും കരുതിയെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഖമനേയിയുടെ വസതി ആക്രമിക്കപ്പെട്ടു എന്ന് ഇന്ന് പകൽ വാർത്ത വന്നപ്പോൾ തന്നെ പിന്നീട് എന്ത് സംഭവിച്ചു ഖമനേയിക്ക് എന്ന ചില അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെയും ഇറാൻ മാധ്യമങ്ങൾ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു പ്രശ്നവുമില്ല, സുരക്ഷിതനാണ്, സംരക്ഷിക്കപ്പെട്ടു തന്നെയുണ്ട്, ആരോഗ്യവാനാണ്, ഒരു രൂപത്തിലുള്ള ബുദ്ധിമുട്ടും ഖമനേയിക്കില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്ത മറിച്ചാണ്. ഷിയ മുസ്ലിം വിഭാഗത്തിന്റെ വിശുദ്ധ ദേവാലയം സ്ഥിതി ചെയ്യുന്ന പുരാതന നഗരമായ മഷാദിൽ 1939 ആയത്തുള്ള അലി ഖമനേയി ജനിക്കുന്നത്. കുമിലെ സെമിനാരിയിൽ നിന്ന് മതപഠനം പൂർത്തിയാക്കി ഷാ ഭരണകൂടത്തിന്റെ ഏകാധിപത്യത്തിനെതിരെ പോരാടി രൂപപ്പെട്ടു വന്ന നേതാവാണ്. ഷിയ വിഭാഗക്കാർക്ക് ആത്മീയ ആചാര്യൻ കൂടിയായ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അമേരിക്ക പിന്തുണ നൽകുന്ന ഷാക്കെതിരെ 1979 നടന്ന ഇസ്ലാമിക വിപ്ലവത്തെ നയിച്ച ആയത്തുള്ള റൂഹുള്ള ഖൊമൈനിയുടെ വിശ്വസ്തനായിരുന്നു ഖമനേയി. ഏതായാലും ഇങ്ങനെ വലിയ ചരിത്ര പ്രാധാന്യമുള്ള സംഭവങ്ങളിലൂടെ ജീവിച്ചു വന്ന ആളാണ് ഖമനേയി എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. 1981 ഇറാന്റെ മൂന്നാമത്തെ പ്രസിഡന്റായി, 1989 ഇറാന്റെ പ്രസിഡന്റ് ആയിരിക്കെ പരമോന്നത നേതാവ് എന്ന ചുമതലയിലേക്ക് കാര്യങ്ങളെത്തി. കഴിഞ്ഞ 35 വർഷമായി ഖമനേയിയാണ് പരമോന്നത നേതാവായി ഇറാന്റെ തീരുമാനങ്ങളെ നിർണ്ണയിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഏറ്റവും അധികം കാലം ഭരണം നടത്തിയ രാഷ്ട്രത്തലവൻ എന്ന ബഹുമതിയും അതിനുള്ള അവകാശവും ഖമനേയിക്കാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിഴൽ യുദ്ധങ്ങളുടെ സൂത്രധാരനാണ് ഖമനേയി എന്ന് ചരിത്രം ചികഞ്ഞാൽ അറിയാൻ കഴിയും. ഏതായാലും നിർണായകമായ ഒരു വാർത്ത ഇപ്പോൾ ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ, തൻ്റെ സോഷ്യൽ മീഡിയ സംവിധാനത്തിലൂടെ പുറത്തുവിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാമിക നിയമപ്രകാരം ആണവായുധങ്ങൾ നിഷിദ്ധമാണ് എന്ന് 2003 ഖമനേയി ഫത്വ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നീട് ഇറാന് ആണവ പദ്ധതികൾ ഉണ്ടാവുകയും ആണവ പദ്ധതികൾ കൂടുതൽ സജീവമാക്കുകയും ചെയ്യുമ്പോഴാണ് ഖമനേയിയുടെ വധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നുകൂടി ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഏതായാലും നിർണായകമായ ഒരു പ്രതികരണത്തിലേക്ക് ട്രംപ് പോയിരിക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും ദുഷ്ടനായ ഒരു നേതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നാണ് ട്രംപ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. ഖമനേയി കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇറാൻ ജനതയ്ക്ക് രാജ്യം തിരിച്ചുപിടിക്കാനുള്ള സമയമാണ്. ഇറാൻ ജനതയ്ക്ക് ഇത് നീതിയുടെ സമയമാണ്. ഇറാന്റെ ദുഷ്ടതകൾ അനുഭവിച്ച, അംഗഭംഗം സംഭവിച്ചു പോയ, ഒരുപാട് കെടുതികൾ അനുഭവിച്ച ആളുകൾക്ക് ഇത് നീതിയുടെ സമയമാണ് എന്ന് ട്രംപ് തന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ പറയുന്നു. നിർണായകമായ ഞെട്ടിക്കുന്ന ചില പ്രതികരണങ്ങൾ, പ്രസ്താവനകളാണ് ട്രംപിന്റെ ഇപ്പോൾ വന്ന സമൂഹ മാധ്യമ കുറിപ്പിലുള്ളത്. ആദിൽ പാലോട് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെ തന്നെ പിടിച്ചുലയ്ക്കുന്ന, വലിയ രീതിയിൽ ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയോടുകൂടിയാണ് ഇന്നത്തെ ദിനം തുടങ്ങാൻ പോകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പരാമർശം നടത്തുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. അവകാശവാദം മുന്നോട്ട് വെക്കുന്നത് ഡൊണാൾഡ് ട്രംപാണ്.